ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന തമിഴ്നാട്ടിൽ ഇത്തവണ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ വോട്ടേഴ്സ് ആയിട്ടുണ്ട്. MP ആരായാലും കൊള്ളാം, നാട്ടിലേക്കുള്ള യാത്രാ ദുരിതം കുറയണമെന്നാണ് അവരുടെ ആവശ്യം. ചെന്നൈ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മലയാളി വോട്ടേഴ്സിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തുടർച്ചയായ രണ്ടാം ജയം ലക്ഷ്യമിടുന്ന മുൻ കേന്ദ്രമന്ത്രിയും DMK നേതാവുമായ ദയാനിധി മാരനും BJPയുടെ വിനോജ് P. സെൽവവും തമ്മിലാണ് ചെന്നൈ സെൻട്രലിലെ പ്രധാന മത്സരം. 2019 3 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ച ദയാനിധി മാരൻ വലിയ വെല്ലുവിളികളില്ലാതെ മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ്. അണ്ണാ DMK സഖ്യം വിട്ട് തനിച്ച് മത്സരിക്കുന്ന BJP ആകട്ടെ അട്ടിമറിയാണ് ലക്ഷ്യമിടുന്നത്. ഇരു മുന്നണികൾക്കും ബദലാകാൻ DMDA സ്ഥാനാർത്ഥി പാർത്ഥസാരഥിയും നാം തമിഴർ കക്ഷി നേതാവ് ഡോക്ടർ R. കാർത്തികേയനും മത്സരരംഗത്തുണ്ട്. മലയാളി വോട്ടർമാർ ഏറെയുണ്ട് മണ്ഡലത്തിൽ. കേരളത്തിലേക്കുള്ള യാത്രാക്ലേശത്തിന് പരിഹാരം കാണുന്നയാൾ MP ആകണമെന്ന് മാത്രമാണ് അവരുടെ ആഗ്രഹം. യാത്രാക്ലേശമാണ് നമുക്ക് ഏറ്റവും ഒരു വെല്ലുവിളി. ഇപ്രാവശ്യം വിജയിക്കുന്നവർ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ്. അനൗൺസ്മെൻറ്റുകൾ വളരെ ഡിലേ ആയിട്ടാണ് വരുന്നത്. പുതിയ ട്രെയിനുകൾ ഓടുന്നുണ്ടെങ്കിലും അതിന് അനൗൺസ്മെൻറ്റുകൾ വളരെ ഡിലേ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്രെയിൻ പോയത് 1500 സീറ്റിലെ ട്രെയിൻ പോയത് 150 ആൾക്കാരെയും കൊണ്ടാണ്. അങ്ങനത്തെ ഇത് മാറി കിട്ടണം. കേരളത്തിലേതുപോലെ കാടിളക്കിയുള്ള പ്രചാരണം ഇവിടെയില്ല. ഞാൻ നാട്ടിലെ സമയത്തും ഇലക്ഷൻ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ചൂടും അങ്ങനെയൊന്നുമില്ല. ചെന്നൈയെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഇലക്ഷനിൽ വരെ ഏറ്റവും മെട്രോ സിറ്റിയിൽ ഏറ്റവും കുറച്ച് പോളിംഗ് നടന്ന സ്ഥലമാണ് ചെന്നൈ. നമുക്ക് ഒരുപാട് മലയാളികളുള്ള ഒരു നാടാണ് ചെന്നൈ. അപ്പോൾ അതൊരു പ്രതീക്ഷയുണ്ട്. ഇനി വരുന്നവർ എന്തെങ്കിലും പുതിയതായി നമുക്ക് നല്ലത് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഏപ്രിൽ 19 വോട്ട് രേഖപ്പെടുത്തിയാൽ പിന്നെ നാട്ടിലേക്കുള്ള വണ്ടി പിടിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും ചെന്നൈ മലയാളികൾ. ഏപ്രിൽ 26 പോളിംഗ് ബൂത്തിലെത്തുന്ന കേരളത്തോടൊപ്പമാണ് അവരുടെ ആഘോഷങ്ങൾ. 24 ചെന്നൈ.